ചങ്കളെ ഇന്ന് എന്റെ അളിയന്റെ പിറന്നാളാണ്. ഇന്ന് എന്റെ അളിയന് ഞാനൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് പോവാണ്. അളിയന്റെ കൂട്ടുകാരറിയാത്ത ഒരു സർപ്രൈസ്. അതെന്താണെന്നല്ലേ? വെയിറ്റ് ആൻഡ് സീ. നജ്മയിൽ 3 മാസം മുന്നേ തുടങ്ങിയ ഒരു ഹോട്ട് താജ് ബിരിയാണി റെസ്റ്റോറന്റ്. ഇവിടുത്തെ ബിരിയാണി വേറെ ലെവൽ എന്നാണ് പറയുന്നത്. എന്തായാലും അതൊന്ന് പരീക്ഷിക്കണം. ഒപ്പം എന്റെ അളിയച്ചാരുടെ പിറന്നാളും ഇവിടെ വെച്ച് കൊണ്ടാടണം. ആരെയും അറിയിക്കാതെ ഞാനത് പ്ലാൻ ചെയ്തു. ബിഗ് പ്ലാൻ. ഇതിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ വല്ലാത്തൊരു വൈബ്. ഫാമിലികൾക്ക് വളരെ സ്വസ്ഥമായിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ അന്തരീക്ഷം. പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. നിങ്ങളെ സ്പെഷ്യൽ എന്താ? സ്പെഷ്യൽ എന്താ? ഓർഡർ എടുക്കുന്നതിനിടെ വെൽക്കം ഡ്രിങ്ക്, നല്ല ഒന്നാം തരം ചുക്ക് കാപ്പി. ഇവരുടെ സർവീസ് തുടക്കം മുതൽ തന്നെ എന്നെ അതിശയിപ്പിച്ചു. അവനൊരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കാൻ വൈകിട്ട്. എൻ്റെ 15-ാം തീയതി പരിപാടിയുണ്ട്. എൻ്റെ മോക്കൊരു പിന്നെ എന്ത് ഇവൻ അവിടെ അയച്ചു കൊടുക്കാൻ ഗിഫ്റ്റ് ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. யாருக்கும் சொல்லவே இல்லை. இது போது யாரும் சாப்பிட மாட்டாங்க. ഒരു പ്രത്യേക നമ്മളെ പിള്ളേര് സെറ്റായില്ല. ഒന്ന് സെറ്റാക്ക് ചെയ്ത് എല്ലാം കൂടെ എടുത്തോ. എടുത്തോട്ടോ.
പൊളിച്ചു അതൊന്നും കിട്ടാ ക്ലാസ് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ആളിയാ ഇങ്ങനെ പോകണ്ടേ എനിക്കുണ്ടോ ഇരുന്നതിടാ ഓർഡർ എടുത്ത് കാത്തിരിക്കുമ്പോ ദേ വരുന്നു ഒരു സ്ലാറ്റർ, അതും ഫിഷ് കാന്താരിയിൽ. ആ സെർവിങ് വാഴയിലയിൽ വെച്ച് തളികയിൽ കൊണ്ടിരുത്തി. എരുമപ്പെട്ടുകാരൻ അൻവർ അതും എടുത്ത് ഓടി. ഇവർക്കൊന്നും ഒരു സമാധാനം ഇല്ലെന്നേ. ഫുഡ് കഴിക്കാൻ വേണ്ടി പട്ടിണി കിടന്ന പോലെ. പട്ടയാണ് വെച്ചോ വെച്ചോ, എടുത്തിട്ടിട്ടുണ്ട്, ആവശ്യമുള്ള എടുത്തോളണം. ചിക്കനും മട്ടനും മംഗല ബിരിയാണിയും ഒക്കെ എത്തി. ക്ഷമയോടെ ആകാംക്ഷയോടെ ഞങ്ങൾ കാത്തിരുന്നു. ഒന്നും മിണ്ടണ്ട. ചങ്കളെ, ഇന്ന് എന്റെ അളിയന്റെ പിറന്നാളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എവിടെ ഉള്ളതെന്നറിയോ? താജിലാണ്. ഏതാ മോനെ വൈബ്? താജ് വൈബ്, അത് നജുമയില്. ദാ ഇത്രയും ഡിഷസ്. ഇനി നമ്മൾ കഴിച്ചു നോക്കിട്ട് ഇതിന്റെ എല്ലാ അഭിപ്രായങ്ങളും പറയും കേട്ടോ. അപ്പൊ തുടങ്ങല്ലേ ചങ്കളെ. ഫുഡ് വരുന്നതിന് മുമ്പ് നമുക്കിതാ ഫിഷില് സ്ലാറ്റർ തന്നിട്ടുണ്ട് കേട്ടോ. ഏതാ സാധനം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞോ, നല്ല ഫിഷ് കാന്താരി. എന്റെ മോനെ വെറുതെ പറഞ്ഞല്ലോ കാന്താരി എന്ന്. ഇതിപ്പോ ഉള്ളിൽ പോയപ്പോ മൊത്തത്തിൽ എരിവാണല്ലോ. എന്തായാലും സാധനം വേറെ ലെവല്. മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ആഹാ സെറ്റ്. അപ്പോ ഇവരെല്ലാരും ബിരിയാണി കഴിക്കുമ്പോ ഞാൻ മാത്രം എന്ത് ഫിഷ് കഴിക്കുന്നതല്ലേ? ഞാന് ഒരു മാസം കൊണ്ട് ഡയറ്റിംഗ് ആണ്, അതുകൊണ്ടാണ് ബിരിയാണി കഴിക്കാത്തത്. അപ്പൊ എന്തായാലും ഞാൻ ഫിഷ് സീബാസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതാ നല്ല ഗെറ്റപ്പ് സെറ്റപ്പ് ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇതും കൂടി കഴിച്ചു നോക്കാം. പണ്ട് മുമ്പ് പറഞ്ഞിരിക്കണ് മക്കളെ എണ്ണയിൽ പൊരിച്ചതൊന്നും കഴിക്കില്ലെന്ന്. ഇത് ഫിഷ് എണ്ണയിലാക്കിയല്ല കേട്ടോ, ഇത് പൊള്ളിച്ചെടുത്തതാണ്. എന്തായാലും വേറെ ലെവല്. എന്തായാലും ഉഷാറായിട്ടുണ്ട്. വെറുതെ ആയില്ല കേട്ടോ താജിൽ വന്നത്. എക്സ്പീരിയൻസ് നേരത്തെ കിട്ടി എനിക്ക്. ഇവിടുത്തെ ബിരിയാണി സെറ്റാണെന്ന് പറഞ്ഞിരുന്നത്. ലൈറ്റ് വേണോ? എന്റെ നോക്കണ്ട, അത് ഫോണിന്റെ പ്രൈവസിയുടെ. അൻവർക്ക മീനുണ്ട്, അത് വേണം, നിർബന്ധമാണ്. മതി. പണ്ടേ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മീനും ബീഫും കൂടെ ഒരുമിച്ച് കഴിക്കല്ലെന്ന്. പക്ഷെ ഇത് കാണുമ്പോൾ എങ്ങനെ കഴിക്കാതിരിക്കാൻ തോന്നും? കാരണം ഇത് കണ്ടാ നിങ്ങള് നല്ല തേങ്ങ ഇട്ടിട്ട് നല്ല വാഴയിലയിൽ, ഇത് എനിക്ക് തോന്നുന്നു വളയിട്ട കൈ കൊണ്ട് ഉണ്ടാക്കിയ ബീഫാണോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും സാധനം തെറ്റ്. ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോകുമ്പോഴാണ് ഈ ബോർഡ് ശരിക്കും ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇത്രയും ഐറ്റം ഇവിടെ ഉണ്ട്. ഒരൊറ്റ ഫോൺ കോളിൽ കേക്ക് ഉൾപ്പെടെ ഇവിടുത്തെ അൻവർക്ക് സെറ്റാക്കി തന്നു. ഇവിടെ വരുന്നത് വരെ നോ പ്രതീക്ഷ. പക്ഷേ ഇവിടെ വന്നപ്പോ അൻവർക്ക് എന്നെ അതിശയിപ്പിച്ച് കളഞ്ഞു. നിങ്ങൾ മസ്റ്റായിട്ട് ഇവരുടെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യണം. ഗൂഗിൾ റിവ്യൂല് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണേ. അപ്പൊ ചങ്കളെ, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ വെറുതെ പോകാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ നമ്മൾ ഇത് പറയാതെ പോയാൽ വമ്പൻ നഷ്ടാവും. ഇതേ കണ്ടില്ലേ, നല്ല യൂണിഫോം ഇട്ടിട്ട് നല്ല മൊഞ്ചന്മാരായിട്ട് നിൽക്കുന്നത്. ഇവിടെ വന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നജുമയിലാണ്, നജുമ താജിലാണ്. അതും മാത്രമല്ല, ഇവിടെ വന്നിട്ട് കറങ്ങി നിങ്ങൾ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ അതിവിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ നിങ്ങൾക്കുണ്ട് കേട്ടോ. അപ്പൊ അതാ കണ്ടില്ലേ, സ്കൂൾ കുട്ടികളെ കണക്ക് ഇവിടെ നിൽക്കുന്നത്. എൻജോയ്.